എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഏപ്രിൽ ബാച്ചിലേക്കുള്ള NIOS SSLC +2 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് ഗ്രൂപ്പുകളിലേക്കുള്ള അഡ്മിഷൻ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ SSLC +2 പഠനം LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ 2024 ഒക്ടോബർ ബാച്ചിലേക്കുള്ള വിദ്യാർത്ഥികളുടെ ട്യൂഷൻ ക്ലാസ്സുകളും ക്രാഷ് കോഴ്സും LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. 2024 ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന NIOS SSLC +2 വിദ്യാർത്ഥികളുടെ ട്യൂട്ടർ മാർക്ക് അസൈൻമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അസൈൻമെൻറ്റും പ്രൊജക്റ്റും ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി 2024 ജൂലൈ 31 ആയിരുന്നു അല്ലേ. അപ്പം ആ ഒരു ഡേറ്റ് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 2024 ഓഗസ്റ്റ് 16 തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു ട്യൂട്ടർ മാർക്കിൻ്റെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയും ആരെങ്കിലും ഈ ഒരു NIOS 2024 ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയതിന് ശേഷം നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ അക്കാദമിക് പരമായിട്ടുള്ള രീതിയിലുള്ള നമ്മുടെ അസൈൻമെൻറ്റും പ്രൊജക്റ്റും ഓൺലൈനായി സമർപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു അസൈൻമെൻറ്റും പ്രൊജക്റ്റും ഓൺലൈനായി സമർപ്പിക്കുക. അത് എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഓൺലൈനായി സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം മിസ് നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു വീഡിയോ കാണുക. കാരണം ഓൺലൈനായിട്ട് സമർപ്പിച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ നമ്മുടെ അസൈൻമെൻറ്റും പ്രൊജക്റ്റിലൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് കറക്റ്റായിട്ടാണോ അസൈൻമെൻറ്റും പ്രൊജക്റ്റും ഓൺലൈനായിട്ട് സമർപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതത് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് അതത് സബ്ജക്റ്റ് തന്നെയാണോ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പരീക്ഷാ ഫീസും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയും ഈ ഒരു അസൈൻമെൻറ്റും പ്രൊജക്റ്റും ഒക്കെ ആരെങ്കിലും സബ്മിറ്റ് ചെയ്യാനിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അസൈൻമെൻറ്റും പ്രൊജക്റ്റും സബ്മിറ്റ് ചെയ്യുക. കാരണം 2024 ജൂലൈ 31 നിന്നും 2024 ഓഗസ്റ്റ് 16 വരെ ആ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് 16 തീയതി വരെ ഉണ്ടല്ലോ ഡേറ്റ്, എങ്കിൽ 16 തീയതി അസൈൻമെൻറ്റും പ്രൊജക്റ്റും അപ്ലോഡ് ചെയ്യാം എന്ന് പറഞ്ഞ് ആരും ഇരിക്കേണ്ട. ആരെങ്കിലും അസൈൻമെൻറ്റും പ്രൊജക്റ്റും സബ്മിറ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ, അതായത് ഈ ഒരു മാസം 5 തീയതിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങൾ അസൈൻമെൻറ്റും പ്രൊജക്റ്റും ഓൺലൈനായി സമർപ്പിക്കുക. ഇനിയൊരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഒരു അസൈൻമെൻറ്റും പ്രൊജക്റ്റും ഇനിയും ആരെങ്കിലും സമർപ്പിക്കാനായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അസൈൻമെൻറ്റും പ്രൊജക്റ്റും ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടതാണ്. ഓക്കെ, അപ്പം ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് മിസ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അസൈൻമെൻറ്റും പ്രൊജക്റ്റും ഓൺലൈനായിട്ട് സമർപ്പിക്കുക. നിങ്ങളുടെ ആ ഒരു 20 മാർക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കരസ്ഥമാക്കാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിർത്തുന്നു. NIOSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്